ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്താതെ മുഖ്യമന്ത്രി ക്രമസമാധാന ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ADGPയുടെ ആവശ്യം പരിഗണിച്ചില്ല. എന്തായാലും മാറ്റി നിർത്തണമെന്ന ആവശ്യം മുഖ്യമന്ത്രിക്ക് മേൽ അല്ലെങ്കിൽ സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേൽ കൂടുകയാണ്. ADGPയെ മാറ്റിയാൽ P ശശിയെ മാറ്റേണ്ടി വരും എന്നതാണ് പ്രതിസന്ധിയായി ഒരുപക്ഷെ ഉയരുന്നതും. ആർ രാജീവ് വിവരങ്ങളുമായി ചേരുന്നു. രാജീവ്, ഈ MR അജിത് കുമാറിനെ മാറ്റി നിർത്തും എന്നുള്ളത് തുടക്കത്തിൽ മുഖ്യമന്ത്രി കോട്ടയത്ത് പതിവിൽ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വേദിയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ വിചാരിച്ചതാണ്. പക്ഷെ അതിനുശേഷം ഇത്രയധികം ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ADGPക്ക് മാത്രം ഇത്ര സംരക്ഷണം എന്ന ചോദ്യം? ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ഇപ്പോൾ CPM-ലും അതുപോലെ തന്നെ മുന്നണിക്കുള്ളിലും വളരെ ശക്തമായി ഉയരുന്നുണ്ട്. പക്ഷേ അപ്പോഴും എല്ലാ സംരക്ഷണവും MR അജിത് കുമാറിന് മുഖ്യമന്ത്രി നൽകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ദിവസവും സംസ്ഥാന പോലീസ് മേധാവിയും സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയും 1.5 മണിക്കൂറോളം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലൊന്നും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചനകളും നൽകിയിട്ടില്ല. ഈ DGP നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണമാണ് ഉചിതം. പക്ഷേ അതിനും മുഖ്യമന്ത്രി അന്ന് ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്ത് വെച്ച് മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ കൂടി വേദിയിലിരുത്തിയാണ് ഏത് ഉന്നതനായാലും മാറ്റി നിർത്തി അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് തിരുവനന്തപുരത്തേക്ക് എത്തിയ ശേഷം അദ്ദേഹം നിലപാട് മാറ്റുകയായിരുന്നു. നിലവിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണ സംഘത്തിൽ ക്രമസമാധാന ചുമതലയിലുള്ള 2 ഉദ്യോഗസ്ഥരുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുടെ മേൽനോട്ടത്തിൽ MR അജിത് കുമാർ തുടരുന്നത് ശരിയല്ല എന്ന ഒരു വിമർശനം ഉയർന്നിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് തന്നെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് MR അജിത് കുമാർ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്തും നൽകിയിരുന്നു. ഈ കത്തും നിലവിൽ മുഖ്യമന്ത്രി പരിഗണിച്ചിട്ടില്ല. ഏതായാലും MR അജിത് കുമാറിനെ മാറ്റുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കൂടി മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് എത്തും. PV അൻവർ MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ബാധകമാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടുകൂടിയാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നത് എന്ന വ്യാഖ്യാനമാണ് PV അൻവർ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെ മാറ്റുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കൂടി മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുക. ഈ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകാത്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഒരു അന്വേഷണം നടന്നതിന് ശേഷം ഈ റിപ്പോർട്ട് ലഭിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റാം എന്നൊരു ധാരണയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്തി എന്നും നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇതിനൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയം CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇനി ലോക്കൽ സമ്മേളനങ്ങളിലേക്കും ഏരിയ സമ്മേളനങ്ങൾക്കും ജില്ലാ സമ്മേളനങ്ങൾക്കും ആണ് സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ആ ഒരു ഘട്ടത്തിൽ അവിടെ ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയും മുഖ്യമന്ത്രി മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഒക്കെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇനിയും രൂക്ഷമാകാനുള്ള ഒരു സാധ്യത മുഖ്യമന്ത്രി മുന്നിൽ കാണുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഈ അൻവറിന്റെ പിന്നിൽ മറ്റേതെങ്കിലും കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യവും മുഖ്യമന്ത്രി മുന്നിൽ കാണുന്നുണ്ട്. കാരണം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെയും ഉന്നയിക്കുക, അതിനുശേഷം അത് പരാതിയായി നൽകുക, പിന്നീട് ഈ പരാതി മാധ്യമങ്ങൾക്ക് നൽകുക, ഈ രീതിയിൽ വളരെ തന്ത്രപരമായ ഒരു പ്രവർത്തനം PV അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നത്. തന്റെ വിശ്വസ്തരായ ആളുകൾക്കെതിരെ മാത്രം ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടെന്ന് പറയുകയും ചെയ്യുമ്പോൾ പിന്നീട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ അത് തന്റെ ഓഫീസിലേക്കും തന്നിലേക്കും എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് മുഖ്യമന്ത്രി മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും അന്വേഷണം വേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യവും വളരെ ശക്തമായി വരാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് പോകുന്നത് കടുത്ത പ്രതിസന്ധി ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമ്മേളന കാലയളവാണ്. ഈ ഒരു സമ്മേളന കാലയളവിൽ ഇത്തരം നടപടികൾ എടുക്കുന്നത് തീർച്ചയായും സർക്കാരിനെ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു വിഷയം കൂടി മുന്നിൽ നിർത്തിയാണ് തൽക്കാലം ഏതായാലും MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്. അനു, തീർച്ചയായും രാജീവ്, അതോടൊപ്പം തന്നെ ഈ PV അൻവർ തുടക്കത്തിൽ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചപ്പോൾ അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഒന്ന് ഒതുങ്ങുന്ന PV അൻവറെയാണ് നമ്മൾ കണ്ടത്. ഇനി പരസ്യമായി രാഷ്ട്രീയം പറയാൻ ഇല്ല എന്നുകൂടി PV അൻവർ പറഞ്ഞിരുന്നു ഒരു വേള. പക്ഷേ ഇന്നലെ മുതൽ വീണ്ടും പ്രതികരണങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയുമാണ്. അതായത് മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം കൂടുകയാണ് എന്ന് സാരം. അത് തന്നെയാണ് ചില സംശയങ്ങൾക്ക്
വഴിവെക്കുന്നത്. അതായത് മുഖ്യമന്ത്രി ഇതിനെ ഒരു സംശയത്തോടെ കാണുന്നതും ഈ ഒരു സാഹചര്യത്തിലാണ്. അതായത് തന്നെ കണ്ട് പരാതി നൽകുന്നു, രേഖാമൂലം പരാതി നൽകിയതിനു ശേഷം പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകാൻ നിർദ്ദേശിക്കുന്നു. എന്നാൽ തനിക്ക് നൽകിയ പരാതി ഒരു കാരണവശാലും പുറത്തുവിടരുത് എന്നൊരു നിർദ്ദേശം കൂടി മുഖ്യമന്ത്രി നൽകി എന്നാണ് സൂചന. പക്ഷേ അൻവർ 2 ദിവസത്തിന് ശേഷമാണ് ഇത് മാധ്യമങ്ങൾക്ക് നൽകുന്നത്. ഇതിനെ സംശയത്തോടെയാണ് മുഖ്യമന്ത്രി നോക്കിക്കാണുന്നത്. തനിക്കെതിരെ ചില ഗൂഢതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഗൂഢനീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത്. അത് CPM-ൽ നിന്ന് ചിലരുടെ അനുവാദത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നും മുഖ്യമന്ത്രി സംശയിക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കങ്ങൾ അതിവേഗം വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. അതായത് MR അജിത്കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകാത്തതിന് കാരണവും അതുതന്നെയാണ്. അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലപാടിൽ മുഖ്യമന്ത്രി എത്താനുള്ളൊരു കാരണവും അതുതന്നെയാണ്. CPM-ലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് PV അൻവർ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകളും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തൽക്കാലം ഏതായാലും MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താതെ മുന്നോട്ട് പോകുന്നതും P ശശിയെ എല്ലാ തരത്തിലും സംരക്ഷിക്കുന്നതും. അനു, ശരി, രാജീവാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.